തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ആരാണ്? മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ മറുപടി പറഞ്ഞു, ചിലർ പറയുന്നു സ്നാപക യോഹന്നാനാണ്, ചിലർ പറയുന്നു ഏലിയാണ്, ജെറമ്യയാണ്, വേറെ ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുവനാണ്. യേശു വീണ്ടും ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പത്രോസ് ഇങ്ങനെ ഉത്തരം പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, നീ ജീവിക്കുന്ന ദൈവമാണ്. യേശു പറഞ്ഞു, പത്രോസേ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ ജീവിക്കുന്ന ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം. മാർത്തയോട് യേശു പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഞാൻ മരണത്തിന് ശേഷം ഉയർപ്പ് നൽകുന്നവനാണ്, നിത്യജീവൻ നൽകുന്നവനാണ്. ജീവനാണ് പ്രധാനം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. യേശു പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, രൂപപ്പെടുത്തി. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം മനോഹരമെന്ന് കണ്ടു. എന്താണ് വെളിച്ചം? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യം. യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യേശുള്ള ജീവനാണ് വെളിച്ചം. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ജീവനാണ് അടിസ്ഥാനം. ജീവൻ നൽകാനാണ് അവൻ വന്നിരിക്കുന്നത്. എല്ലാം ഈ ജീവനിൽ അടങ്ങിയിരിക്കുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എല്ലാം ഇതിലുണ്ട്. ഉയർപ്പിക്കപ്പെട്ട് നിത്യജീവനിലേക്ക് കടന്നു പോകുന്നു. അവിടെയും ജീവനിലാണ്. കണ്ണുണ്ട്, കാഴ്ചശക്തി ഇല്ലെങ്കിലും. കാതുണ്ട്, കേൾവിശക്തി ഇല്ലെങ്കിലും. നാവുണ്ട്, സംസാരശേഷി ഇല്ലെങ്കിലും. വീണ്ടും ചോദിക്കുകയാണ്, കണ്ണുണ്ട്, കാഴ്ചശക്തിയുണ്ട്, അന്ധകാരമാണെങ്കിലും പ്രകാശമില്ലെങ്കിലും എന്തിനു കാണും? കാതുകൊണ്ട്, കേൾവിശക്തിയുണ്ട്, ചുറ്റും അന്ധകാരമാണെങ്കിൽ കേൾക്കാം. പക്ഷെ ജീവനില്ലെങ്കിലും, ചുറ്റും ജീവനില്ലാത്ത അവസ്ഥയാണെങ്കിൽ പലതും കേൾക്കും. നാവുണ്ട്, സംസാരശേഷിയുണ്ട്, സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും, പറയാൻ പറ്റുന്നില്ല. നമ്മൾ പറയില്ലേ, പലതും പറയാൻ പറ്റുന്നില്ലെന്ന് പറയും. എല്ലാത്തിനും അടിസ്ഥാനം ജീവനാണ്. ജീവൻ നൽകാനാണ് യേശു വന്നിരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് അറിവുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ അറിവുണ്ടോ? ഇല്ല. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് അറിയുന്നത് പോലെ മരിച്ചു കഴിഞ്ഞാൽ ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നിത്യജീവനുണ്ടെന്നും നീ അറിയണം. ഇതാണ് നമ്മൾ അറിയേണ്ടത്. അവനെ അറിയണം. അവനാണ് വഴിയും സത്യവും ജീവനും. അവൻ നിത്യജീവനാണ്. അവൻ മരണത്തിൽ നിന്നും വീണ്ടും ജീവൻ നൽകുന്നവനാണ്. ആമേൻ.